അറിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് വിചാരിച്ചു, ഇന്ന് ഞങ്ങളുടെ കൃഷിയിടത്തിൽ വളമിടാനായിട്ട് ഒരു ഏട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ആ വളം ഇടുന്നതൊക്കെ കുറിച്ചിട്ട് ഒന്ന് കണ്ട് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വളം ഇടുമ്പോഴൊക്കെ ഞാൻ കൂടെ പോയിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ തലേ ദിവസം തന്നെ ഞങ്ങളുടെ വീട്ടിൽ വളം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നല്ല വെയിലായതുകൊണ്ട് അന്ന് വളം ഇടാൻ പറ്റില്ല എന്ന് ഏട്ടൻ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നെല്ലിൻ്റെ തൂമ്പിൽ ഇത് ഈ വളം ഇട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ മഴ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ തൂമ്പ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വളം ഇടാനായിട്ട് പോവുകയാണ്. അന്ന് ഞങ്ങൾ നെൽപ്പാടത്ത് പോയി നോക്കിയപ്പോൾ അവിടെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ നെൽകൃഷിയുടെ ആ ഭാഗത്ത് വെള്ളം ഉണ്ടാവണം, അല്ലെങ്കിൽ അത് മഴ പെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ആ വളം ഇട്ടാൽ നമുക്ക് ഫലം ലഭിക്കുകയുള്ളൂ. അത്ര നമ്മൾ ആ വളം ഇട്ടതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് ഓപ്പോസിറ്റ് എഫക്റ്റ് അടിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഞാനും ഉമ്മയും കൂടിയിട്ട് അങ്ങനെ വളമിടാനായിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും ഇതിനെക്കുറിച്ചിട്ടൊന്ന് ഒരു അറിവ് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നടന്ന് പോകുന്നതുകൊണ്ടാണ്, എനിക്ക് ആ ഒരു ഫോൺ ഉപയോഗിച്ചിട്ടാണല്ലോ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഈ സ്ക്രീന് ഇങ്ങനെ ഇളകി എളിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ സ്പീഡിൽ നടന്നു പോകണം. ഏട്ടൻ്റെ അടുത്ത് എനിക്ക് വേഗം എത്തണ വരുന്നു. കാരണം ഹെൽപ്പ് ചെയ്യാൻ ഞാൻ കൂടെ പോവാന്നുള്ളൊരു നിലയിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഏട്ടൻ ആ ഒരു വളമൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് എടുക്കുകയാണ്. ഇതിലിപ്പോൾ 3 വളങ്ങളാണ് ചേർത്തിരിക്കുന്നത്. ഒന്ന് പൊട്ടാസ്യം, പിന്നെ യൂറിയ 18-18 എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കൃഷിയിടത്തിൽ ഒരു കളപുറയ്ക്ക് കഴിഞ്ഞിട്ട് ഒരു വളമിടലാണ് കേട്ടോ. ഒരു പഞ്ച വന്ന സമയത്ത് ഇടുന്ന വളമാണ് ഇത്. നന്നായിട്ട് വിളവ് ലഭിക്കാനായിട്ട് ഈ വളമിടുന്നത്. അപ്പോൾ നല്ല നമുക്ക് ഇതിനെക്കുറിച്ചൊരു അറിവൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ലൊരു അഡ്വൈസൊക്കെ ഈ ഏട്ടൻ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കാൻ കഴിയുന്നുണ്ടാവില്ലേ? എനിക്ക് ബക്കറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വെള്ളം പാടില്ല എന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് വെള്ളം നിന്നാൽ അതിൽ നമ്മൾ വളം ഇടുമ്പോൾ ആ പാത്രം കേടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം തുടച്ചിട്ടാണ് നമ്മൾ ആ പാത്രത്തിൽ വളം ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഈ വളം എന്ന് പറയുന്നത് ഒരു രാസവളമാണ് കേട്ടോ. രാസവളം ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമുക്ക് ഇടുന്നത് അത്രയ്ക്ക് ദോഷമൊന്നും ചെയ്യില്ല. എന്നാലും സാധാരണ നമ്മൾ കൃഷിയിടത്തിൽ ഇടാറുള്ളത് തന്നെയാണ്. പിന്നെ ജൈവവളം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു കൃഷിയുടെ കന്ന് കൂട്ടുമ്പോൾ മാത്രമാണ് ആ ജൈവവളം യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ, ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളിതൊന്നും കയ്യിലൊന്നും ആവാതെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കയ്യിലൊന്നും ആവാൻ പാടില്ല കേട്ടോ. അങ്ങനെ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഞാനിത് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നുള്ളൂ. അത് ആ ഒരു വരമ്പിൻ്റെ അത് വരെ, ഞങ്ങളുടെ പാടത്തിൻ്റെ വരമ്പ് വരെ മാത്രമേ അത് കൊണ്ടുപോയി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ കൊണ്ടുപോയി കൊടുക്കുന്നതിൻ്റെ പകുതി വരെ മാത്രമേ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഫോണും ഈ ബക്കറ്റും പിടിച്ചിട്ട് ഭയങ്കര റിസ്ക് ആയിരുന്നു. അപ്പോൾ ആ ഏട്ടൻ പറയുന്നുണ്ട്, ഫോൺ അവിടെ വെച്ചിട്ട് വരായിരുന്നില്ലേ എന്നൊക്കെ. അപ്പോൾ ഞാനത് കയ്യിൽ കൊണ്ടുവന്ന് വന്നത് ഇങ്ങനെ വീഡിയോസ് എടുക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം ആ ബക്കറ്റ് അവിടെ വെച്ചിട്ട് അതിനടുത്ത് വേഗം ഫോൺ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ വളം ഇടൽ എല്ലാ വളവും ഞാൻ ആവശ്യമുള്ള വളം അവിടെ കൊണ്ടുപോയി കൊടുത്ത ശേഷം വീണ്ടും വന്നിട്ടാണ് ഞാൻ പിന്നെയുള്ള വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം വളമൊക്കെ ആ ഏട്ടൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വേഗം വന്നിട്ട് മലടുത്ത് നിന്ന് ഫോൺ മേടിച്ചിട്ട് എടുക്കുക കേട്ടോ, ഈ വീഡിയോസ് എടുക്കുക. അപ്പോൾ ഏട്ടന് വളമിടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം വന്ന് എടുക്കുകയാണ്. അപ്പോൾ
ഇടയിൽ ഇവിടെ കുറച്ച് വ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്തൊരു മല ഉണ്ട്, വീഴുമല എന്ന് പറയുക. വളരെയധികം നല്ലൊരു ഭംഗിയൊരു അറ്റ്മോസ്ഫിയറാണിത്. ഈ നമുക്ക് ഒരു വൈകുന്നേരങ്ങളിലേക്ക് ഈ ഭാഗത്ത് വന്നിട്ട് നമ്മൾ കാറ്റോടാനൊക്കെ ഇരുന്നാലുണ്ടല്ലോ, അയ്യോ അമ്മോ എന്ത് രസമായിരിക്കും എന്നറിയാം. വളരെയധികം നല്ലൊരു നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയും നമുക്ക് സന്തോഷവും സമാധാനമൊക്കെ നമുക്ക് തോന്നുന്നത് പോലെ ഇരിക്കും. അങ്ങനെ നമുക്ക് സത്യം പറയുമ്പോൾ നമുക്ക് പ്രകൃതിയായിട്ട് ഇടപഴകുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ ഒരു ശാശ്വതമായി തീരുന്നത്, അല്ലേ, ഒരു സമാധാനമുള്ളതായി തീരുന്നത്. വളരെയധികം ഒരു സന്തോഷവും നമുക്ക് ലഭിക്കുന്നതില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുകയാണെങ്കിൽ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ പുറത്തും ഇടയ്ക്കൊക്കെ പോയി ഈ പച്ചപ്പൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ കൊറോണ കാലത്ത് അധികം പുറത്തൊന്നും ഇറങ്ങരുത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഏട്ടന് വളമിട്ടിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങളും അങ്ങനെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രിപ്ഷൻ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രിപ്ഷനോടൊപ്പം തന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടി കണ്ടാൽ അതൊന്നും പ്രസ് ചെയ്തിട്ട് ഓളാൻ നമുക്ക് മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.